നഗരിയായ ഡൽഹിയിലെ അവസ്ഥ നമുക്കറിയാവുന്നതാണ്. പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകനും വിദ്യാഭ്യാസ വിചക്ഷണനുമായ സോനം വാങ്ചുക്കിന്റെ നിരാഹാര സമരവും അതിനെ തുടർന്നുണ്ടായ പോലീസ് നടപടികളുമാണ് രാജ്യ തലസ്ഥാനത്തെ ഇത്രയേറെ പ്രക്ഷുബ്ധമാക്കിയിരിക്കുന്നത്. നീറ്റ് പരീക്ഷാ ചോർച്ചയുമായി ബന്ധപ്പെട്ട യുവാക്കളും CJP പ്രസ്ഥാനവും നടത്തുന്ന സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചാണ് വാങ്ചുക് അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചത്. ദേശീയ തലത്തിലെ പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ CJPയും വിദ്യാർത്ഥി സംഘടനകളും ആരംഭിച്ച പ്രക്ഷോഭത്തിന് പിന്തുണയേകാൻ കഴിഞ്ഞ മാസം അവസാനത്തോടെയാണ് സോനം വാങ്ചുക് ജന്തർ മന്ദറിലെത്തിയത്. തുടർച്ചയായി 20 ദിവസത്തിലധികം അദ്ദേഹം നിരാഹാരം അനുഷ്ഠിച്ചു. എന്നാൽ CJPയുടെ സൻസദ് ചലോ പ്രഖ്യാപനത്തിന് തൊട്ടു മുൻപ് വാങ്ചുക്കിനെ ഡൽഹി പോലീസ് അവിടെ നിന്നും ബലമായി മാറ്റി ആശുപത്രിയിലാക്കുകയായിരുന്നു. സഫ്ദർജംഗ് ആശുപത്രിയിൽ കഴിയവേ സമരം തുടരുമെന്ന് സോനം വാങ്ചുക് വ്യക്തമാക്കി. ശാന്തമായി സമരം ചെയ്യുന്ന യുവാക്കൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. വിദ്യാർത്ഥി നേതാക്കളെ ജനപ്രതിനിധികളെ കാണാൻ അനുവദിക്കും വരെ നിരാഹാരം തുടരും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദേശം. തുടർന്ന് അദ്ദേഹത്തിന്റെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ഡൽഹി ഹൈക്കോടതി ഇടപെട്ട് അദ്ദേഹത്തെ മേദാന്ത ആശുപത്രിയിലേക്ക് മാറ്റാൻ ഉത്തരവിട്ടു. വാങ്ചുക്കിന്റെ അറസ്റ്റിലും നിർബന്ധിത ആശുപത്രിവാസത്തിലും പ്രതിഷേധിച്ച 10,000-കണക്കിന് യുവാക്കളും CJP പ്രവർത്തകരുമാണ് ഡൽഹി തെരുവിലേക്ക് ഇറങ്ങിയത്. പാർലമെന്റിലേക്ക് മാർച്ച് നടത്താൻ ശ്രമിച്ച പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് കണ്ണീർ വാതകവും ലാത്തിച്ചാർജും പ്രയോഗിച്ചു. നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ഡൽഹിയിലെ പ്രധാന റോഡുകളും മെട്രോ സ്റ്റേഷനുകളും അടച്ചിടേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. കേന്ദ്രത്തിന് മുന്നിലെ പ്രധാന ആവശ്യങ്ങൾ, അതായത് CJPയും വാങ്ചുക്കും മുന്നിലേക്ക് വെക്കുന്നത്, രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി അനിശ്ചിതത്വത്തിലാക്കിയ നീറ്റ് പരീക്ഷാ ചോർച്ചയിൽ ഉത്തരവാദിത്വമേറ്റ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക. 2. പരീക്ഷാ ക്രമക്കേട് കാരണം ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുക. വാങ്ചുക്കിന്റെ നിരാഹാര സമരത്തിന് കാരണമായ ആവശ്യങ്ങളിൽ വിദ്യാർത്ഥി പ്രതിനിധികളുമായി സർക്കാർ ഉടൻ ചർച്ച നടത്തുക. നീറ്റ് പരീക്ഷാ ചോർച്ചയ്ക്കെതിരെ തലസ്ഥാന നഗരിയിൽ ആരംഭിച്ച വിദ്യാർത്ഥി പ്രക്ഷോഭവും രാഷ്ട്രീയ പോരാട്ടങ്ങളും പുതിയ തലത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ നിരാഹാര പന്തലിൽ നിന്ന് പോലീസ് നിർബന്ധിതമായി മാറ്റി ആശുപത്രിയിലാക്കിയതോടെ പ്രക്ഷോഭം ഡൽഹിയിൽ കൂടുതൽ കനത്തു. വാങ്ചുക്കിന് പിന്തുണ പ്രഖ്യാപിച്ച പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ ധർണയിരുന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അങ്ങനെ കാര്യങ്ങൾ കൈവിട്ടു. സോനം വാങ്ചുക്കിനെ ജന്തർ മന്ദറിൽ നിന്ന് മാറ്റിയ പോലീസ് നടപടിയെ രൂക്ഷമായ ഭാഷയിലാണ് രാഹുൽ ഗാന്ധി വിമർശിച്ചത്. അസത്യവും ഹിംസയുമാണ് ഈ സർക്കാരിന്റെ മുഖമുദ്ര എന്നാരോപിച്ച രാഹുൽ ഗാന്ധി വിദ്യാർത്ഥികളുടെയും വാങ്ചുക്കിന്റെയും ശബ്ദത്തെ അടിച്ചമർത്താൻ കഴിയില്ല എന്ന് വ്യക്തമാക്കി. അവർക്ക് പൂർണ്ണ പിന്തുണ നൽകി. CJPയുടെ സൻസദ് ചലോ പ്രക്ഷോഭത്തിന് പിന്നാലെ വിദ്യാർത്ഥികൾക്ക് നീതി ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാക്കൾ സമരം കടുപ്പിച്ചു. പ്രധാനമന്ത്രിയുടെ വസതി സ്ഥിതി ചെയ്യുന്ന ലോക് കല്യാൺ മാർഗിലേക്ക് കുത്തിയിരിപ്പ് സമരം നടത്തിയ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, അഖിലേഷ് യാദവ് എന്നിവരെ ഡൽഹി പോലീസ് ബലപ്രയോഗത്തിലൂടെ കസ്റ്റഡിയിലെടുത്തു നീക്കി. ഇതിനിടെ രാഹുൽ ഗാന്ധിക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കാര്യങ്ങളെല്ലാം സർക്കാരിന്റെ കൈവിടുന്ന ഘട്ടമാണ് കാണുന്നത്. പോലീസ് എന്തിനാണ് എന്ന ചോദ്യം ഇവിടെ അവശേഷിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ വാക്കുമാത്രം കേൾക്കുന്നവരാണ് പോലീസ് എന്ന കാര്യത്തിൽ വ്യക്തത കൈവരുന്നു. സോനം വാങ്ചുക്കിനെയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെയും കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ ഡൽഹി തെരുവുകൾ പൂർണ്ണമായും സംഘർഷഭരിതമായിരിക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച വൻ ജനരോഷമാണ് തെരുവിൽ അണപൊട്ടിയൊഴുകുന്നത്. ജന്തർ മന്ദറിലും പാർലമെന്റ് മാർച്ചിനിടയിലും സമരം ചെയ്ത വിദ്യാർത്ഥികൾക്കും പ്രവർത്തകർക്കും നേരെ പോലീസ് ക്രൂരമായ ബലപ്രയോഗമാണ് നടത്തിയിരിക്കുന്നത്. പ്രതിഷേധക്കാരെ ലാത്തിചാർജ് ചെയ്തും കണ്ണീർ വാതകവും വോട്ടോ പീരങ്കിയും ഉപയോഗിച്ചും പോലീസ് ചിതറിക്കാൻ ശ്രമിച്ചു. ഒട്ടനവധി വിദ്യാർത്ഥികൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും പലരെയും വാനുകളിൽ ബലമായി കയറ്റി അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഒരു ജനകീയ പ്രക്ഷോഭത്തെയും സമാധാനപരമായ സമരങ്ങളെയും ലാത്തിയും ബൂട്ടും ഉപയോഗിച്ച് അടിച്ചമർത്താമെന്നാണ് ഭരണകൂടം കരുതുന്നത് എന്ന് പ്രക്ഷോഭകർ ആരോപിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ അത് ശരി തന്നെയാണ്. വാങ്ചുക്കിന്റെ ആരോഗ്യനിലയിലെ ആശങ്ക കണക്കിലെടുത്താണ് ആശുപത്രിയിലേക്ക് മാറ്റിയത് എന്ന് പറയുമ്പോഴും അദ്ദേഹത്തെ കാണാൻ ശ്രമിച്ച നേതാക്കളെ തടഞ്ഞതും വൻ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. പ്രതിഷേധം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിക്കുന്നത് തടയാൻ ഡൽഹിയുടെ പ്രധാന അതിർത്തികളെല്ലാം പോലീസ് കനത്ത ബാരിക്കേഡുകൾ ഉയർത്തി നഗരം അടച്ചിട്ടിരിക്കുകയാണ്. പലയിടത്തും നിരോധനാജ്ഞ പ്രഖ്യാപിക്കുകയും മെട്രോ സ്റ്റേഷൻ കവാടങ്ങൾ അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. തലസ്ഥാനം നിലവിലൊരു അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നുപോകുന്നത്. എത്രയൊക്കെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്താൻ ശ്രമിച്ചാലും പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ നിന്നും വാങ്ചുക്കിന്റെ ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കുന്നത് വരെയും പിന്നോട്ടില്ല എന്ന് പ്രക്ഷോഭകർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്.
സർക്കാരിന്റെ അടിച്ചമർത്തൽ നടപടികൾക്കെതിരെ രാജ്യമൊട്ടാകെ പ്രതിഷേധം പുകയുകയാണ്. ജനാധിപത്യപരമായ സമരമാർഗങ്ങളെ പോലീസിനെ ഉപയോഗിച്ച് നിശബ്ദമാക്കാൻ ശ്രമിക്കുമ്പോൾ രാജ്യ തലസ്ഥാനത്ത് നിന്നും ഉയരുന്ന ഈ വിദ്യാർത്ഥി രോഷം വരും ദിവസങ്ങളിൽ ഭരണകൂടത്തിന് വൻ വെല്ലുവിളിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അധികാരത്തിന്റെ ധാർഷ്ട്യത്തിന് മുന്നിൽ ചോദ്യങ്ങൾ അസ്വസ്ഥതയുണ്ടാക്കുമ്പോൾ ഭരണകൂടം എപ്പോഴും കയ്യിലെടുക്കുന്നത് പോലീസിന്റെ ലാത്തിയും അടിച്ചമർത്തലിന്റെ ആയുധങ്ങളുമാണ്. പക്ഷേ ഓർക്കുക, ഇത് ജനാധിപത്യ ഭാരതമാണ്. ഇവിടെ ചോദ്യങ്ങൾ ചോദിക്കാൻ ജനങ്ങൾ തെരുവിലിറങ്ങുക തന്നെ ചെയ്യും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമാധാനപരമായി നടന്നുവരുന്ന ഈ സമരത്തിന് നേരെ പോലീസിന്റെ ഭാഗത്തു നിന്നും കടുത്ത അടിച്ചമർത്തലുകളും ലാത്തിചാർജുമാണ് ഉണ്ടായത്. സമരപ്പന്തൽ പൊളിച്ചുമാറ്റുകയും നിരവധി വിദ്യാർത്ഥികളെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. എന്നാൽ അതിക്രമങ്ങളെ മറികടന്ന് രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഡൽഹിയിലേക്ക് ഒഴുകിയെത്തുന്നത്. തുടക്കത്തിൽ ആശയക്കുഴപ്പത്തിലായിരുന്ന പ്രതിപക്ഷം പിന്നീട് വിദ്യാർത്ഥികൾക്കു നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിന് പിന്നാലെ സമരത്തിന് പൂർണ്ണ പിന്തുണയുമായി രംഗത്തെത്തി. ഇതോടെ കഥ മാറി. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും മറ്റു പ്രമുഖ നേതാക്കളും നേരിട്ടെത്തി സമരക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഒരു ജനാധിപത്യ രാജ്യത്ത് വിദ്യാർത്ഥികളുടെ ന്യായമായ ആവശ്യങ്ങൾ കേൾക്കാനോ ചർച്ച നടത്താനോ തയ്യാറാകാതെ കായിക ബലവും പോലീസിനെയും ഉപയോഗിച്ച് അവരെ അടിച്ചമർത്താൻ നോക്കുന്നത് ശരിയായ നടപടിയല്ല. മുൻപ് നടന്ന കർഷക സമരത്തിൽ കേന്ദ്ര സർക്കാരിന് തിരിച്ചടി നേരിട്ടതുപോലെ പ്രതിപക്ഷവും ജനങ്ങളും ഒന്നടങ്കം ഏറ്റെടുത്ത ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെയും അടിച്ചമർത്തി തോൽപ്പിക്കാൻ ഇനി എളുപ്പമാവില്ല. അവർക്കൊപ്പം നിൽക്കാൻ ഇനി പ്രതിപക്ഷവുമുണ്ട്. രാജ്യം ഒറ്റക്കെട്ടായി അവർക്കൊപ്പമുണ്ട്. ഇന്നലെ രാജ്യത്തിന്റെ തലസ്ഥാനത്ത് നാം കണ്ടത് കേവലം ഒരു തടയലോ അറസ്റ്റോ ആയിരുന്നില്ല. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ, അതായത് ക്യാബിനറ്റ് മന്ത്രിക്ക് തുല്യമായ പദവിയുള്ള ഒരു ജനപ്രതിനിധിയെ ഒരു സാധാരണ പൗരന് നൽകുന്ന പ്രാഥമിക മര്യാദ പോലും നൽകാതെ പോലീസ് വലിച്ചിഴച്ച കാഴ്ചയാണ് കണ്ടത്. എല്ലാവിധ ഭരണഘടനാ പ്രോട്ടോകോളുകളും കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു പ്രതിപക്ഷ നേതാവിനോട് ഈ ക്രൂരത കാണിച്ചെങ്കിൽ ഒരു സാധാരണക്കാരനോട് ഈ സർക്കാരും പോലീസും എങ്ങനെയാകും പെരുമാറുന്നത്? എന്തായിരുന്നു രാഹുൽ ഗാന്ധി ചെയ്ത തെറ്റ്? പ്രധാനമന്ത്രിക്ക് തുല്യമാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ്. പക്ഷേ അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത്? ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിക്ക് വേണ്ടി ശബ്ദമുയർത്തി എന്നതാണോ അദ്ദേഹം ചെയ്ത തെറ്റ്? രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് പഠിച്ച പാവപ്പെട്ട കുട്ടികളുടെ അധ്വാനവും പ്രതീക്ഷകളും നീറ്റ് പരീക്ഷാ ചോർച്ചയിലൂടെയും ക്രമക്കേടുകളിലൂടെയും വിൽക്കപ്പെട്ടപ്പോൾ നീതി ചോദിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾക്ക് കേന്ദ്ര സർക്കാർ നൽകിയത് എന്താണ്? പോലീസിന്റെ ലാത്തിയും അടിയും അന്യായ തടങ്കലും. വിദ്യാർത്ഥികളുടെ ഭാവിയെക്കുറിച്ച് മറുപടി പറയാൻ ഭയക്കുന്ന ഭരണകൂടം. അവർക്കായി തെരുവിലിറങ്ങിയ രാഹുൽ ഗാന്ധിയുടെ വായ മൂടിക്കെട്ടാൻ അക്രമത്തിന്റെ പാത സ്വീകരിക്കുന്നു. ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ കരുത്തളക്കുന്നത് അവിടുത്തെ ഭരണകൂടത്തിന്റെ അധികാരം കൊണ്ടല്ല, മറിച്ച് അവിടുത്തെ പ്രതിപക്ഷത്തിന് നൽകുന്ന ബഹുമാനവും പൗരന്മാർക്ക് ഉറപ്പ് നൽകുന്ന ഭരണഘടനാപരമായ അവകാശങ്ങളും നിലനിർത്തിക്കൊണ്ടാണ്. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് എന്ന പദവി വെറുമൊരു രാഷ്ട്രീയ പദവിയല്ല. അത് കോടിക്കണക്കിന് ജനങ്ങളുടെ ശബ്ദത്തെ പ്രതിനിധീകരിക്കുന്ന ഭരണഘടനാപരമായ ഉത്തരവാദിത്വമാണ്. അത്തരം ഒരു പദവിയിലിരിക്കുന്ന വ്യക്തിയോടോ അല്ലെങ്കിൽ ആ രാജ്യത്തെ ഏതെങ്കിലും ഒരു സാധാരണ പൗരനോടോ പോലീസും ഭരണകൂടവും കാണിക്കുന്ന അനാദരവ് ജനാധിപത്യ തത്വങ്ങൾക്ക് ഒട്ടും യോജിച്ചതല്ല. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയോട് പോലീസിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ പെരുമാറ്റവും പ്രോട്ടോകോൾ ലംഘനവും വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. പ്രോട്ടോകോളും പദവിയും. ഇന്ത്യൻ ഭരണഘടനയും പാർലമെന്ററി ജനാധിപത്യവും പ്രതിപക്ഷ നേതാവിന് ക്യാബിനറ്റ് മന്ത്രിക്ക് തുല്യമായ പദവിയാണ് നൽകിയിട്ടുള്ളത്. ഈ പദവിയുടെ സുരക്ഷയും മാന്യതയും ഉറപ്പുവരുത്തേണ്ടത് ഭരണകൂടത്തിന്റെയും പോലീസിന്റെയും കടമയാണ്. ജനങ്ങളുടെ ശബ്ദം തടയപ്പെടുമ്പോൾ, അതായത് പ്രതിപക്ഷ നേതാവ് തെരുവിലിറങ്ങുന്നത് ജനങ്ങളുടെ ചോദ്യങ്ങളും ആശങ്കകളും ഉയർത്തിക്കാട്ടാനാണ്. അവിടെ പ്രോട്ടോകോൾ പൂർണ്ണമായും ലംഘിക്കപ്പെടുന്നതും ഒരു സാധാരണ പൗരന് പോലും അർഹതപ്പെട്ട പ്രാഥമിക പരിഗണന പോലും നൽകാതെ പെരുമാറുന്നതും ജനാധിപത്യപരമായ പ്രതിഷേധിക്കാനുള്ള അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമായി വിലയിരുത്തപ്പെടുന്നു. നിയമപാലകരുടെ ഉത്തരവാദിത്വം. ക്രമസമാധാന പാലനം പോലീസിന്റെ ചുമതലയാണ് എന്നതിൽ സംശയമില്ല. അതിലാരും തർക്കവും ഉന്നയിക്കുന്നില്ല. എന്നാൽ ജനപ്രതിനിധികളോടും സാധാരണക്കാരനോടും പെരുമാറുമ്പോൾ പുലർത്തേണ്ട മാന്യതയും നിയമപരമായ അതിരുകളും ലംഘിക്കപ്പെടുമ്പോൾ അത് ഭരണകൂടത്തിന്റെ അടിച്ചമർത്തൽ നയമായി തന്നെ വ്യാഖ്യാനിക്കപ്പെടും. ഇതാദ്യമായൊന്നുമല്ല ഇത്തരം അടിച്ചമർത്തൽ നയം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. മുൻകാല ചരിത്രങ്ങൾ പരിശോധിച്ചാൽ അതിനൊരു കൃത്യമായ ശൈലിയുണ്ട് എന്ന് കാണാം. കർഷക സമരത്തെക്കുറിച്ചാണ് ആദ്യം പറയാനുള്ളത്. രാജ്യത്തിന്റെ നട്ടെല്ലായ കർഷകർ തങ്ങളുടെ അതിജീവനത്തിനായി മാസങ്ങളോളം ഡൽഹി അതിർത്തിയിൽ കിടന്ന് പൊരുതിയത് നമുക്കെല്ലാം അറിയാവുന്നതാണ്. അവരെ ദേശവിരുദ്ധരായി മുദ്രകുത്താനും മുള്ളുവേലികളും റോഡിൽ ആണികളും തറച്ചു തടയാനുമാണ് ഭരണകൂടം അന്ന് ശ്രമിച്ചത്. അത് വെറും ഒരു തടയൽ മാത്രമായിരുന്നില്ല. ഒരു രാജ്യത്തിന്റെ ജനങ്ങളുടെ വികാരങ്ങളെ അടിച്ചമർത്താനുള്ള കേന്ദ്ര സർക്കാരിന്റെ നയം തന്നെയായിരുന്നു. പിന്നീട് കണ്ടത് ഗുസ്തി താരങ്ങളോടുള്ള അവഗണനയാണ്.
രാജ്യത്തിന് ലോകവേദിയിൽ തങ്കമെഡലുകൾ വാരിത്തന്ന പെൺകുട്ടികൾ നീതിക്കായി തെരുവിൽ കണ്ണീരൊഴുക്കിയപ്പോഴും അവരെ സമാനമായ രീതിയിൽ റോഡിലൂടെ വലിച്ചിഴച്ചാണ് കേന്ദ്ര സർക്കാർ അടിച്ചമർത്താൻ ശ്രമിച്ചത്. ഇപ്പോഴിതാ അതേ അടിച്ചമർത്തൽ നയം രാജ്യത്തിന്റെ ഭാവി വാഗ്ദാനങ്ങളായ വിദ്യാർത്ഥികൾക്കു നേരെയും അവർക്ക് വേണ്ടി നിലകൊണ്ട പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കു നേരെയും പ്രയോഗിച്ചിരിക്കുന്നു. ഒരു കാര്യം ഭരണകൂടം ഓർക്കുന്നത് നന്നായിരിക്കും. അധികാരത്തിന്റെ ബലത്തിലും പോലീസിന്റെ ലാത്തിമുറകൾക്ക് മുന്നിലും താൽക്കാലികമായി ശബ്ദങ്ങളെ നിശബ്ദമാക്കാൻ കഴിഞ്ഞേക്കാം. എന്നാൽ കർഷകരുടെ കണ്ണീരും കായിക താരങ്ങളുടെ നീതി നിഷേധവും വിദ്യാർത്ഥികളുടെ അമർഷവും ചേർന്നു വരുന്ന ജനകീയ പ്രക്ഷോഭങ്ങളെ എല്ലാ കാലവും തടഞ്ഞു നിർത്താൻ കേന്ദ്ര സർക്കാരിന് കഴിയില്ല. പ്രതിപക്ഷ നേതാവിന്റെ ഭരണഘടനാപരമായ അവകാശങ്ങളെയും പ്രോട്ടോകോളുകളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് നടത്തുന്ന ഇത്തരം നടപടികൾക്കെതിരെ ശക്തമായ ജനകീയ പ്രതിഷേധം ഇനിയും ഉയരുക തന്നെ ചെയ്യും. ജനാധിപത്യത്തിന്റെ കാവലാളായി ജനങ്ങളും പ്രതിപക്ഷവും തെരുവിൽ തുടരുക തന്നെ ചെയ്യും. അധികാരം ശാശ്വതമല്ല, എന്നാൽ ജനാധിപത്യ മൂല്യങ്ങൾ അത് ശാശ്വതം തന്നെയാണ്. പ്രതിപക്ഷത്തിന്റെ ശബ്ദത്തെ ഇല്ലാതാക്കാനോ അവരെ കായികമായി നേരിടാനോ ശ്രമിക്കുന്നത് ജനാധിപത്യ സംവിധാനത്തിന്റെ അടിത്തറ ഇളക്കും. ഏതൊരു പൗരന്റെയും വ്യക്തി സ്വാതന്ത്ര്യവും ഭരണഘടനാപരമായ അവകാശങ്ങളും സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുമ്പോഴാണ് ഭരണകൂടം ജനകീയമാകുന്നത്. പ്രോട്ടോകോളുകളും വ്യക്തിത്വങ്ങളും സംരക്ഷിക്കപ്പെടട്ടെ. ജനാധിപത്യത്തിന്റെ ശബ്ദം കൂടുതൽ ഉറക്കെ മുഴങ്ങട്ടെ.